നമ്മുടെ അസോസിയേഷന്റെ ചരിത്രത്തിലെ ബെസ്റ്റ് ഓണാഘോഷമായിരിക്കും. അതെ, എന്നാ പിന്നെ തർക്കല്ലേ? പിന്നെ എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പീരായിരുന്നു അത്. ഒരു ബസ്സിലാളർക്ക് ഞാൻ ട്രെയിനിൽ ഇറക്കാൻ പറ്റുന്നോട്ടെ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ തോമസേ. யாரா நீங்களா? என்னடா பண்ணிட்டு இருக்கீங்க? ചുമ്മാ എല്ലാ വണ്ടികളും വാരിയിട്ടിട്ട് ഒന്നാമത് ഇവിടെ പൈസ ഇല്ല. ഇനി വരുന്ന ഹെലികോപ്റ്ററിന് ആര് പൈസ കൊടുക്കും? ഹെലികോപ്റ്ററാ? കാശിന്റെ കഴപ്പാ. ഈ ടീം ഏതാ? ഇപ്പോഴെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. ഇതിന്റെയൊക്കെ കാശാര് കൊടുക്കുക ഈശ്വര? അച്ഛൻ ഏതച്ഛൻ? നൂറുകണക്കിന് കുട്ടികൾ പച്ചയും മഞ്ഞയും ഡ്രസ് ഇട്ട് അങ്ങോട്ട് ഇറങ്ങും, ഒരു തലയെക്കെട്ടും കെട്ടിയിട്ട്. എന്നിട്ട് നാട്ടിൽ കാണാത്ത വണ്ടി എടുത്തിട്ട് എന്താ ഡ്രിഫ്റ്റിങ്ങോ? ഇതൊക്കെ ഒരു ഓണം. നമ്മുടെ ചെറുപ്പത്തിലായിരുന്നില്ലേ ഓണം? തന്തവൈബുമായിട്ട് നടക്കാണ്. ഓറടിക്കുന്നു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ചില എന്റർടൈൻമെന്റ്സ് കലാപരിപാടികൾ. ഹലോ, ഈ കലാപരിപാടികൾ എന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് ഐറ്റംസ്? തുപ്പിത്തോപ്പിക്കണ തോന്നിവാസം കാണിച്ച പിന്നെ നാവുണ്ടാവില്ല. എല്ലാരും മാർക്ക് ചടം പോവാണ്. കുണ്ടികളെല്ലാം പോച്ച്. അത് നന്നായി. അല്ലെങ്കിൽ ആ പുതിയ ബൈക്ക് വന്നതിന് ശേഷം ഓന് പറപ്പിക്കൽ ലേശം കൂടുതലാണ്. കാണിച്ചാലോ, നോക്കോ. എടുത്തോണ്ട് പോക്കോ ഇനി എന്നെ. തിരിഞ്ഞൊന്ന് നോക്കിയാൽ ജീവിതത്തിലെ വലിയ മുറിപ്പാടുകൾ പലതും ശത്രുക്കളിൽ നിന്നല്ല, അത് വിശ്വസിച്ചവർ തന്ന സമ്മാനങ്ങളാണ്. അസംബ്ലി പിരിച്ചുവിട്ടു. എന്തായാലും പ്രതീക്ഷ തെറ്റിയില്ല. കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? ഇതൊക്കെ എന്ത് നുമ്മ കാണിച്ചാലോ, നോക്കോ. വേണ്ടേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ബാക്കിയുള്ളവന്റെ കിഡ്നിയാ കലങ്ങിയത്. എന്നാലും സഹോര കുന്നോളം ഉണ്ടേട്ടാ ഉള്ളില് സങ്കടങ്ങള്. ഹെലികോപ്റ്റർ ഇറക്കി, KSRTC ഇറക്കി, ഇതാരും ഇറക്കിയിട്ടില്ല. എത്രക്കല് കാളമല്ലേ? പാഴത്തരം പറയാടേ. അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം അല്ലേ? ഹാപ്പി ഓണം പറയടാ. ഹാപ്പി ഓണം.